നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം ഇപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സ്ഥിതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഇപ്പം പല രീതിയിലുള്ള ഒരു ഭിന്നിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം രാജ്യത്തോടില്ലാത്ത സ്നേഹം എന്തിനാണ് മറ്റൊരു രാജ്യത്തിനോട് കാണിക്കുന്നത്? നമ്മൾ പിറന്നു വീണ മണ്ണ്, നമ്മൾ ഇത്രയും നാളും വളർന്ന ഈ മണ്ണിനോടില്ലാത്ത സ്നേഹം എന്തിനാണ് നമ്മൾ മറ്റൊരു രാജ്യത്തിനോട് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷമിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇന്ത്യയിൽ മരിച്ചു വീണ ആ 26 പേരെ കാണുന്നില്ല? ഈ പാകിസ്ഥാൻ്റെ അക്രമം മൂലം നാളിതുവരെയായിട്ട് ഇന്ത്യയിൽ എത്രയധികം അക്രമങ്ങൾ നടന്നിട്ടുണ്ട്, എത്രയധികം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കകത്ത് നടന്നിട്ടുണ്ട്. ഇതൊന്നും എന്തുകൊണ്ട് കാണുന്നില്ല? ഇതിനെതിരെ എന്തുകൊണ്ട് ആരും ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ ഒരു വീഡിയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല? ഇപ്പോൾ ഇത് പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ റിയാസ് സലീം അതുപോലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇടുന്നതാണ് ഇന്ത്യ അങ്ങോട്ട് കയറി ആക്രമിച്ചു. അതുപോലെ തന്നെ ഒരുത്തൻ്റെ കമൻറ്റ്, ഏതോ ഒരു പേരുള്ള ഒരുത്തൻ, അവനാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വന്നിട്ട് കമൻറ്റ് ഇടുകയാണ്, ഇന്ത്യ അങ്ങോട്ട് കയറി ചൊറിഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് മാന്തി കിട്ടിയത്, അതുകൊണ്ട് മിണ്ടാതങ്ങ് ഇരുന്നാൽ മതിയെന്ന്. സത്യത്തിൽ ഇവനൊക്കെ ഇന്ത്യക്കാരനാണോ? നിനക്കൊക്കെ അത്രയ്ക്കും പാകിസ്ഥാനോടാണ് സ്നേഹം എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇന്ത്യക്കകത്ത് നിൽക്കുന്നത്? നേരെ അങ്ങോട്ടങ്ങ് പോയിക്കോ, നിന്നെയൊക്കെ അവിടെ അങ്ങ് എടുത്തോളൂ ആൾക്കാർ, അവിടോട്ട് ചെന്ന് കയറി കൊടുക്ക്. എന്തിനാണ് വെറുതെ ഇന്ത്യക്കകത്ത് നിന്നിട്ട് ഇന്ത്യയെ കുത്താൻ വേണ്ടിയിരിക്കുന്നത്? സ്വന്തം പിറന്നു വീണ മണ്ണിനോട് പോലും ഇല്ലാത്ത കൂറ് ഇവന്മാർ കാണിക്കുന്ന പാകിസ്ഥാനോടാണ്, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി. ശരിയാണ്, അവിടുത്തെ സിവിലിയൻസ് മരിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം നോക്കിയിട്ട് വേണം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ കരയാനായിട്ട്. നമ്മുടെ മേളിലൊരു വാള്, നമ്മുടെ തലയുടെ മേളിലൊരു വാള് തൂങ്ങി നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ വാൾ അവിടെ നിന്ന് ആദ്യം നീക്കം ചെയ്യുകയാണ് വേണ്ടത്. ആ വാള് നീക്കം ചെയ്താൽ നമ്മൾ സുരക്ഷിതരാകും. നമ്മുടെ രാജ്യത്തിന് നേരെ ഒരു ഭീഷണിയായിട്ടൊരു മറ്റൊരു രാജ്യത്തിലുള്ള ആൾക്കാരോ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവരെയാണ് നീക്കം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിനുള്ളിൽ സുരക്ഷിതത്വം നിൽക്കത്തുള്ളൂ, നമ്മുടെ രാജ്യം സുരക്ഷിതമാകത്തുള്ളൂ. ഈ നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി കരയുമ്പോൾ അതിന് സത്യത്തിൽ വേറെ എന്തെങ്കിലും ഒരു പേരാണ് വിളിക്കേണ്ടത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ തീവ്രവാദ പട്ടം ചുമർത്തി അല്ലെങ്കിൽ രാജ്യദ്രോഹ പട്ടം ചുമർത്തി ഇവനെയൊക്കെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയ വേണ്ടത്. കാരണം സ്വന്തം മണ്ണിൽ സ്വന്തം രാജ്യത്ത് നിന്നിട്ട് ആ രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്ന ഇവന്മാരെ പോലുള്ളവന്മാർ ഈ രാജ്യത്ത് നിന്ന് പുറത്താകണം. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ്, ഇല്ലേ? അതായത് മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ജൂതരുണ്ട്, ജൈനരുണ്ട്, ശൈവരുണ്ട്, അതുപോലെ തന്നെ പാർസികളുണ്ട്, സിഖുകാരുണ്ട്. അതേപോലെ നമുക്ക് ഇനിയും അറിയാത്ത ഒരുപാട് മതവിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി പേര് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഈ പേരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. പക്ഷേ ഇത് കൂടാതെ ഒട്ടനവധി മതക്കാർ നമ്മുടെ ഇന്ത്യയിൽ പാർക്കുന്നുണ്ട്. വളരെ ന്യൂനപക്ഷമായിട്ട്, ഇപ്പം ക്രിസ്ത്യൻ, മുസ്ലിംസ് ഇന്ത്യയിൽ ന്യൂനപക്ഷമാണെങ്കിൽ അതിനേക്കാളും ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാർ, മതവിഭാഗങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഒത്തൊരുമയോടെ നമ്മുടെ ഇന്ത്യക്കകത്ത് കഴിയുകയാണ്. എന്നാൽ അതിനിടയിൽ കൂടെ ചില ആളുകൾ നുഴഞ്ഞു കയറിയതിന് ശേഷം ഈ മതവിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആൾക്കാർ വന്ന് ഈ രീതിയിൽ, അതായത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആൾക്കാർക്ക് ഇവരോടൊരു ദേഷ്യവും ഇവരോടൊരു അകൽച്ചയും, ഇവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരോട് ദേഷ്യം, ഒരു വെറുപ്പും ഒരു അകൽച്ചയൊക്കെ തോന്നും. അത് സത്യത്തിൽ അതിനുവേണ്ടി തന്നെയാണ് ഇവറ്റകൾ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരാണെന്ന് പറയാൻ പറ്റില്ല. യുദ്ധം ആഗ്രഹിക്കുന്നവരും ഉണ്ട്, യുദ്ധം ആഗ്രഹിക്കാത്തവരും ഉണ്ട്. പക്ഷേ എല്ലാവരുടെയും ക്യാരക്ടർ ഒരുപോലെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ എനിക്ക് പൊതുവേ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കുറച്ച് പേര് ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഒരു വിഭാഗത്തെ മൊത്തവും അങ്ങനെയുള്ളവരാണ് എന്ന് ആക്ഷേപിക്കാനൊന്നും പറ്റില്ല. നല്ലവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ നല്ലവരായിട്ടുള്ള ഒരുപാട് പേരെ അറിയാവുന്നതുമാണ്. അപ്പോൾ നല്ലവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ചാരപ്രവർത്തികളും തീവ്രവാദം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്താൻ ശ്രമിക്കണം. അതെല്ലാ മതവിഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അവിടെ പ്രത്യേകിച്ച് നമ്മളൊരു പരിഗണനയും കാര്യം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, ഇത്തരത്തിൽ വരുന്ന ആൾക്കാരെ പരമാവധി നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി നിർത്തുകയാണ് വേണ്ടത്. കാരണം ഇവനൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിപത്തായിട്ട് വരും. നാളെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അതൊരു വലിയ തലവേദന. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ തലമുറ ഇനി അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹികളെ, ഇത്തരത്തിലുള്ള ദേശദ്രോഹികളെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണം. എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ
ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്. നേരത്തെ എന്താ പറയുന്നത്, പലസ്തീന് വേണ്ടിയിട്ട് വിലപിച്ച പല ആൾക്കാരും ഇന്ന് ഇന്ത്യക്ക് വേണ്ടി വിലപിക്കുന്നത് ഞാൻ കാണുന്നില്ല. എന്നാൽ അവരിൽ ചിലരൊക്കെ പാകിസ്ഥാന് വേണ്ടി വിലപിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അമർഷവും ദേഷ്യമാണ് വരുന്നത്. ഈ റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തി തൊട്ടേനും പിടിച്ചതിനും എല്ലാം വിവാദം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പല വിവാദങ്ങളിലും പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ വ്യക്തി. മറ്റുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചങ്ങ് കീറാറുണ്ട്. നമ്മൾ പല വീഡിയോയിലും ഈ വ്യക്തിയുടെ പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല ആൾക്കാരെയും വലിച്ചു കീറിയാണ് ഇങ്ങേരെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇങ്ങേരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഇയാൾ പൊക്കി പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകും. ഞാൻ കേസ് കൊടുക്കാൻ പോകണം, ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കും, ഞാൻ ഇവർക്കെതിരെ കേസ് കൊടുക്കും, എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു. സത്യത്തിൽ നാണമില്ല ഇവന്. സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് നിന്നിട്ട് ഇവനെതിരെ ആരെങ്കിലും റിയാക്ഷൻ വീഡിയോ, ഇവനെതിരെ ആരെങ്കിലും പ്രതികരിക്കുക ചെയ്യണം. ഉടനെ നീ എന്നെ അങ്ങനെ പറഞ്ഞു, നീ എന്നെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്താ അവൻ്റെ ഒരു മെസ്സേജ് വോയിസ് കേട്ടാണ് എന്താ നിന്നെപ്പോലുള്ളവന്മാരാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നിൻ്റെ ഈ എന്ത് ടോക്കാ, സത്യം നിനക്ക് ഉളിപ്പുണ്ടോ? എനിക്കതാ ചോദിക്കാനുള്ളത്. നിനക്ക് ഉളിപ്പുണ്ടോ? സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് ഇങ്ങനെ നിന്നിട്ട് നീ ആ പറഞ്ഞത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ നീ അവന് പോയി മെസ്സേജ് ഇട്ടിട്ട് നിനക്കൊക്കെ ഉളിപ്പുണ്ടോ? സത്യത്തിൽ നിനക്ക് ഇവിടെ നിൽക്കുന്നതിന് പകരം നേരെ അങ്ങോട്ടേക്ക് പോകും. അതായിരിക്കും നിനക്കൊക്കെ ബെറ്റർ ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ അവിടെ ഉള്ളവന്മാർ സത്യം പറഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് അടി കൊണ്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന്, പാകിസ്ഥാൻ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങളല്ല, ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിനക്കൊക്കെ ബെറ്ററായിട്ട് തോന്നുന്നത് അവിടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പൊക്കോ. ഇവിടെ കിടന്ന് ബാക്കിയുള്ളവരെന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ബാക്കിയുള്ളവർക്ക് എന്തിനാണ് ശല്യം ഉണ്ടാക്കുന്നത്? ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ നീ ഇന്ന് ഈ കാണിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് നിൻ്റെ വിഭാഗത്തിലുള്ളവർ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നീ ബുദ്ധിമുട്ടിക്കാതെ നേരെ നീ അവിടേക്ക് പോവുക. അതായിരിക്കും നിനക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നീ ഇവിടെ കിടന്ന് തല്ലുകൊണ്ട് ചിലപ്പോൾ ചാവും, അല്ലെങ്കിൽ ഇവിടുത്തെ ജയിലിലായിരിക്കും നിൻ്റെ ആജീവനാന്ത ജീവിതം കിടക്കാൻ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കാണുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന കമൻറ്റുകളാണ്. നമ്മളിപ്പം പാകിസ്ഥാനെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടെന്ന് വെച്ചാൽ ഉടനെ നമ്മൾ സംഖ്യയാവുകയാണ്, ക്രിസംഖ്യയാവുകയാണ്, ഉടനെ ഇങ്ങനെ അങ്ങ് ആക്കി മാറ്റുകയാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ കാരണമാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കൂടുതലും കേരളത്തിൽ ഇപ്പോൾ സംഖ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ കാരണമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഒന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ചെയ്തത് തെറ്റാണ്, ആ ചെയ്തത് ശരിയല്ല എന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ അവനെ പിടിച്ചങ്ങ് സംഖ്യയാക്കുക, ക്രിസംഖ്യയാക്കുക. ഇത്തരത്തിലുള്ള ആൾക്കാർ കാരണം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ കൂടുതലായിട്ടും സംഖ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെ മനസ്സിലായി. കാരണം ഞാൻ കുറേ തവണ ഇപ്പം ക്രിസംഖ്യയും സംഖ്യയായി മാറി. പാകിസ്ഥാനെതിരെ ഒരു യുദ്ധം ചെയ്ത സമയത്ത് ഞാനത് എന്താണ് ഒന്ന് പ്രശംസിച്ചുകൊണ്ട് ഒരു കമൻറ്റ് ചെയ്യാൻ ഒരാളുടെ വീഡിയോ കിട്ടുകയാണ്. ഉടനെ ഞാൻ അവിടെ കൊണ്ട് ക്രിസംഖ്യയായി മാറി. ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഈ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെക്കാളും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ റിയാസ് സലീം. പിന്നെ ഒരു നടി ഉണ്ടായിരുന്നു, പുള്ളിക്കാരുടെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ ഓടി നടന്ന് കമൻറ്റ് ഇടുന്ന കുറച്ച് ഈ കമൻറ്റ് ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാരെന്ന് പറയാൻ പറ്റില്ല, നുണയന്മാർ. നമ്മുടെ നാട്ടിൻ പുറത്ത് പണ്ടൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ കണ്ടിരുന്നതാണ് ഇത്തരത്തിലുള്ള നുണയന്മാരെയും നുണച്ചികളെയൊക്കെ. അപ്പുറത്തേക്ക് ഇപ്പുറത്തെന്ന് പറയുക, അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കും, ഇവിടെ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുക. സത്യത്തിൽ ഇത്തരത്തിലുള്ള നുണയന്മാരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്മാരെയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഒരു മോഡേൺ പേര് കൊടുത്ത് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ എന്ന്. പക്ഷെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവന്മാരല്ല ഈ എന്താ പറയുക നുണയന്മാരും നുണച്ചികളും അങ്ങനെയാണ് വിളിക്കേണ്ടത്. കാരണം വെച്ചാൽ അപ്പുറത്തേക്ക് ഇപ്പുറത്ത് എന്ന് പറയുക, അവിടെ തല്ലുകൂട്ടിക്കുക, ഇവിടെ തല്ലുകൂടിക്കുക, എന്താ പറയുക മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ അവന്മാരെ നമ്മൾ വിളിക്കേണ്ടത് നുണയന്മാർ എന്ന് തന്നെയാണ്. ഞാൻ ഒരു കമൻ്റ് ഉണ്ട്, എനിക്ക് ഇത് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയല്ല. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് ഒരു വ്യക്തി ചെയ്തിരുന്ന ഒരു റിയാക്ഷൻ വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ്. ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ഒരു, ഞാൻ മതത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, ആ ഒരു വ്യക്തി ഇട്ട കമൻറ്റാണ്. അപ്പോൾ ആ വ്യക്തി ഇട്ട കമൻറ്റിന്, അതായത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി കമൻറ്റ് ഇട്ടത്. അപ്പോൾ ആ വ്യക്തി ഇട്ട കമൻറ്റിനകത്ത് വന്ന അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് ആ വിഭാഗത്തെ മൊത്തവും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കമൻറ്റുകൾ വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള പ്രവർത്തികളോട് ഒരു തരത്തിലുള്ള താല്പര്യമില്ല. കാരണം ഒരാൾ ഒന്നോ രണ്ടോ പേരോ തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ഒരു വിഭാഗത്തെ മൊത്തം നമ്മൾ ആക്ഷേപിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. കാരണം ഇത്രയും നാൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒന്നിച്ച് കഴിഞ്ഞാണ്. അപ്പോൾ ആ വിഭാഗത്തിലുള്ള എല്ലാവരും അത്തരക്കാരാണ് എന്ന് നമ്മൾ അടച്ചാക്ഷേപിക്കാൻ ഒരിക്കലും പാടില്ല. ഇത് ചെയ്യുന്ന ആരാണോ അത്തരക്കാരെ നമ്മൾ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക, ജനങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരിക, അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഇതിലൂടെ മുന്നോട്ട് അങ്ങനെ വരാൻ താല്പര്യമുള്ളവർ അടങ്ങിക്കോളും. അതേ നമുക്ക് പറ്റുള്ളൂ. അതല്ലാണ്ട് ഒരു സമൂഹത്തിനെ മുഴുവനും നമ്മൾ ആക്ഷേപിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിലേക്കും പ്രത്യേക തരത്തിലുള്ളൊരു ദേഷ്യവും വൈരാഗ്യവും ചിലപ്പം ആ ഒരു കാര്യം മതി നമ്മുടെ നാട്ടിൽ വീണ്ടും മറ്റുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലോട്ട് രാജ്യം പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ
നമ്മൾ അകറ്റി നിർത്തുക. അതല്ലാതെ ഒരു വിഭാഗത്തെ മൊത്തം നമ്മൾ അകറ്റി നിർത്തേണ്ട ഒരാവശ്യമില്ല. അതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ല. സത്യത്തിൽ ഈ വീഡിയോ ചെയ്തത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത്തരത്തിൽ വരുന്ന കമൻറ്റുകളും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും പെരുമാറ്റങ്ങളും നമ്മുടെ നാടിന് തന്നെ ആപത്താണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒത്തൊരുമ, ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമയോടെ മതേതരമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഒത്തൊരുമ തകരാൻ ഇതൊരിക്കലും ഒരു കാരണമാകാതിരിക്കട്ടെ. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.